Giants Gold 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ കോൾ 8590046916 കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് ബജറ്റ് അവതരിപ്പിച്ചത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 55 കോടി രൂപ വരവും 54.5 കോടി രൂപ ചെലവും വരുന്ന മിച്ച ബജറ്റാണ് പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അവതരിപ്പിച്ചത്. 5,99 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ജനറലും 1,61 ലക്ഷം രൂപ പ്രത്യേക ഘടക പദ്ധതികളിലും 48 ലക്ഷം രൂപ ട്രൈബൽ ഘടക പദ്ധതികളിലും 1,41 ലക്ഷം രൂപ റോഡ് ഇതര ഫണ്ടായും ലഭിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പ്രസിഡന്റ് ജെസി സാജു പറഞ്ഞു. കാർഷിക മേഖലയ്ക്കും അതുപോലെ ക്ഷീരമേഖല, ആരോഗ്യം, കുടിവെള്ളം ഇതേ പദ്ധതികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തു പോകുന്നത്. അതുപോലെ തന്നെ ആനശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് MLA-യുടെയും MP-യുടെയും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് കൗ ലിഫ്റ്റിംഗ് പദ്ധതി ഈ വർഷം പുതിയതായി ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതലായിട്ട് കടന്നു വന്നുകൊണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജിമ്മുകളും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയം പ്രാബല്യത്തിലെത്തുന്നതിന് സ്വയം പ്രാപ്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംഘങ്ങൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അവരുടെ സ്വയം തൊഴിൽ ഗ്രൂപ്പുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ സ്കൂളുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ കുട്ടികളെ കൂടുതലായിട്ട് കാർഷിക മേഖലയിലേക്ക് അഭിരുചി നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും ഗ്രോ ബാഗുകൾ കൊടുത്തുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് ആസൂത്രണം ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.